നമസ്കാരം. പ്രധാന വാർത്തകൾ. തലയ്ക്ക് മീതെ അപകട ഭീഷണിയായി റോഡിലെ വൻമരങ്ങൾ. ഒറ്റപ്പാലം 19-ാം മൈലിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണ പട്ടാമ്പി സ്വദേശിക്ക് പരിക്ക്. പട്ടാമ്പി ഗുരുവായൂർ പാതയിലും അപകട ഭീഷണിയായി വൻമരങ്ങൾ. ലക്ഷങ്ങൾ ചിലവിട്ട് പണിത ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് ഇപ്പോഴും നോക്കുകുത്തി. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് BJPയുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്നതായും ആരോപണം. 13 അങ്കണവാടികൾ ഉൾപ്പെടെ വൈദ്യുതി സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒറ്റപ്പാലത്തെ 32 സ്ഥാപനങ്ങൾക്ക് KSEBയുടെ നോട്ടീസ്. 15 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. നടപടി വൈദ്യുതി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. പ്രണയം നടിച്ച് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബസ് കണ്ടക്ടർ റിമാൻഡിൽ. കുട്ടനാട് വാവന്നൂർ സ്വദേശി ഷിഹാബാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. സമാനമായ മറ്റ് കേസുകളിലും ഇയാൾ പ്രതിയെന്ന് പോലീസ്. പാചകവാതക ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ്. ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക്. എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധം. വിശദമായ വാർത്തകളിലേക്ക്. റോഡിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക. തലയ്ക്ക് മീതെ അപകടം പതിയിരിപ്പുണ്ട്. ഒറ്റപ്പാലം 19-ാം മൈലിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടിവീണ പട്ടാമ്പി സ്വദേശിക്ക് പരിക്ക്. സ്റ്റേഷനറി സാധനങ്ങളുടെ ഓർഡർ എടുക്കാനെത്തിയ പട്ടാമ്പി സ്വദേശി ബഷീറിനാണ് തോളിന് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. 19-ാം മൈൽ ബസ് സ്റ്റോപ്പിന് സമീപം ഓട്ടോറിക്ഷ നിർത്തിയിട്ട് തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്ന് ഓർഡർ എടുക്കാൻ ഇറങ്ങുകയായിരുന്നു ബഷീർ. ഇതിനിടെ റോഡരികിൽ തന്നെയുള്ള മരത്തിൽ നിന്ന് ഉണങ്ങിയ വലിയ മരക്കൊമ്പ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലും ബഷീറിന്റെ ദേഹത്തുമായി പൊട്ടി വീഴുകയായിരുന്നു. ഉണങ്ങിയതായതിനാൽ വീഴ്ചയിൽ തന്നെ മരക്കൊമ്പ് കഷ്ണങ്ങളായി. നാട്ടുകാർ ഓടിക്കൂടിയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് മരക്കൊമ്പുകൾ മാറ്റി ഇയാളെ പുറത്തിറക്കിയത്. ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്തെ അപ്പോൾസ്റ്ററി അടക്കം തകർന്നു. ഓട്ടോറിക്ഷയ്ക്ക് ഏകദേശം 3000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബഷീർ പറഞ്ഞു. നിർത്തിയിട്ട് ജസ്റ്റ് ഇറങ്ങലിൽ മരത്തിൻ്റെ കൊമ്പ് നേരെ പൊട്ടിയിട്ടാണ് വീണു. അതിൽ ഞാൻ ചെറിയൊരു ഇതിൽ രക്ഷപ്പെട്ടതാണ്. ഇതിൻ്റെ തോളിൽ കൂടെ അങ്ങനെ വരിഞ്ഞിട്ടാണ് ഈ മരം വീണത്. റോഡരികിലെ അപകട ഭീഷണിയായ മരങ്ങളുടെ ചില്ലകൾ ചില സ്ഥലങ്ങളിൽ വെട്ടിനീക്കിയിരുന്നെങ്കിലും മറ്റ് ചില ഭാഗങ്ങളിൽ ഇപ്പോഴും നിരവധി മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഇത് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാണ്. അപകട ഭീഷണിയുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ 19 മൈൽ സെൻറ്ററിലുള്ള ഈ വലിയ മരം അപകടത്തിൽ നിൽക്കുന്ന മരം ഒരുപാട് കാലമായിട്ട് ഇത് വെട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ PWD നമ്മുടെ നഗരസഭയും ഇടപെട്ടുകൊണ്ട് ഇത് മുറിക്കാനുള്ള ഏകദേശം ഓർഡറായിട്ട് പ്രത്യേകിച്ച് മുറിച്ച് കൊണ്ടുപോകാൻ ആളെ കിട്ടിയില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഉണ്ടായതാണ് ഒരു അപകടം. ഒരാൾ തലനാടിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷയുടെ അടിയിൽ നിർത്തി അയാൾ ഇറങ്ങുന്നതിനൊപ്പം തന്നെ അയാളുടെ ഷോൾഡറിലേക്കാണ് മരം വീണത്. അയാൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇത് രക്ഷപ്പെട്ടത്. വളരെയധികം വലിയ ഒരു അപകടം കാത്തിരിക്കുന്നൊരു മരമാണിത്. ഈ മരം വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതിലും വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പട്ടാമ്പി ഗുരുവായൂർ പാതയിലും അപകട ഭീഷണി ഉയർത്തി വൻമരങ്ങൾ. മരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് പൊട്ടി വീഴുന്ന സാഹചര്യവും ഉണ്ട്. നിലമ്പൂർ പെരുമ്പിലാവ് പാതയോരത്താണ് അപകട ഭീഷണി ഉയർത്തി പടുമരങ്ങൾ നിലകൊള്ളുന്നത്. മഴ തുടങ്ങിയതോടെ മരത്തിന്റെ ചില്ലകൾ പൊട്ടിവീണുള്ള അപകടം ഇവിടെ പതിവാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കാത്തത്. ഈ മരത്തിന്റെ കണ്ടെയ്നർ ലോറിയൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ വന്ന് തട്ടിയിട്ടേ ആ കൊമ്പ് മുറിഞ്ഞു വീഴാറായിട്ടാണ് നിൽക്കണതുണ്ടാവും. ഇതിവിടെ വലിയ അപകടമാണ്. ഏത് സമയം ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേരൊക്കെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കൂടുതൽ തൂക്കം ആ ഭാഗത്തൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വീഴുന്ന വിചാരിക്കണത്. ഇല്ലാച്ചാൽ ഈ കറണ്ടിന്റെ ലൈനും ഇതൊക്കെ പോണതാണ്. ആൾക്കാർ ഏത് സമയം ഇതിന്റെ അടിയിലുണ്ടാവും. എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ഒരു തണവുണ്ട്, അങ്ങനെ ഒരു ഗുണം ഇതായിട്ടുണ്ട്. വെച്ചാലും ഈ അപകടം എപ്പോഴും സംഭവിക്കാം. ഈ മഴക്കാലത്ത് കാറ്റ് വീശുമ്പോൾ വെള്ളം ഇതിന്റെ മുകളിൽ നിന്നിട്ട് കലം തൂങ്ങുമ്പോൾ പൊട്ടിച്ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മുറിച്ച് മാറ്റിയ അത്രയും നല്ലത്. എന്താ വെച്ചാൽ ഈ റോഡും നാശാവുണ്ട്. റോഡിലേക്കാണ് ഇതിന്റെ പേര് കൂടുതലുള്ളത്. ഇത് പൊഴങ്ങിയ റോഡും നാശാവും. സെൻട്രൽ ഭാഗത്ത് കൂടെയാണ് ഇതിന്റെ പേര് കംപ്ലീറ്റ് പോണതേ. അപ്പൊ എപ്പോഴും മറിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടാല് റോഡിന്റെ സെന്റർ പൊളിയാനാണ് ചാൻസ്. വാവന്നൂർ കട്ടിൽമാടത്ത് റോഡിന് കുറുകെയാണ് മരച്ചില്ലയുടെ നിൽപ്പ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ തട്ടുന്നതും പതിവാണ്. റോഡരികിലെ തണൽ മരങ്ങൾ വേനൽക്കാലത്ത് അനുഗ്രഹമാണെങ്കിലും ഇത്തരത്തിൽ അപകടസ്ഥിതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ഇപ്പൊ എന്ന് പറഞ്ഞാല് വളരെ അപകടമായി നിൽക്കുന്ന ഒരു മരമാണിത്. വളരെ എത്തിക്കണ്ണൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. അപ്പൊ ഏത് നിമിഷം ഇത് വളരെ അപകടത്തിൽ നിൽക്കുന്ന ഒരു മരമാണ്. അപ്പൊ ഇന്ന് പൊട്ടി വീണ സംഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ അത് വളരെ ഒരു മുറിക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ കുട്ടികൾ ബസ് സ്റ്റോപ്പ് കാത്തിരുന്ന സ്ഥലമാണ്. ഫുൾ ടൈം സ്കൂട്ടുകൾ പോണ വഴിയാണ്. അപ്പൊ അത് വളരെ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം. അപ്പൊ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് സംവിധാനങ്ങൾ ചെയ്യണം. ലക്ഷങ്ങൾ ചിലവാക്കി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാവുന്നതിൽ പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് നടത്തിപ്പിൽ കെടുകാര്യസ്ഥത ആരോപിച്ച് BJP ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സ്റ്റാൻഡിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതിലും സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെയും ശുചിമുറികൾ വൃത്തിഹീനമായും ഉപയോഗശൂന്യമായും കിടക്കുന്നതും രാത്രികാലങ്ങളിൽ വെളിച്ച സംവിധാനമില്ലാത്തതും സാമൂഹിക വിരുദ്ധർ ബസ് സ്റ്റാൻഡ് കൈയടക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി അതിന് വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം 2019 17 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുകയും അത് ജനങ്ങൾക്ക് ഇന്നേ വരെ തുറന്നു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പൂട്ടിക്കിടക്കുകയായിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ അത് തുറന്നു കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആകെ പട്ടി നായ്ക്കളും അതുപോലുള്ള ജീവികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കായി ഇത്രയും പൈസ മുടക്കി പഞ്ചായത്ത് വികസനത്തിൻ്റെ പേരും പറഞ്ഞ് കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ചിട്ട് അത് മനുഷ്യർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യവും. പഞ്ചായത്തിലെ തനത് ഫണ്ടും മറ്റ് ഫണ്ടുകളും ഒക്കെപ്പാടെ കൂട്ടി ഇത്രയും ഏറെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ വികസനം എന്ന ഒരു കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ തുടങ്ങി വെച്ച ഈ ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് ഇന്നും ഈ കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത് ഫണ്ടുകൾ ചെലവഴിക്കുക മാത്രമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യർക്കും അല്ലെങ്കിൽ ഒരു യാത്രക്കാർക്കും ആർക്കും തന്നെ ഒരു ഗുണമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് V. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS മജേഷ്, വൈസ് പ്രസിഡന്റ് വാസുദേവൻ എടത്തൊടി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കേണൽ M. അച്യുതൻ, ബാലകൃഷ്ണ വാര്യർ, സജിത് നമ്പൂതിരി, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. എത്രയും വേഗം ലേല നടപടികൾ പൂർത്തിയാക്കി ശൗചാലയവും ബസ് സ്റ്റാൻഡും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തതായി നേതാക്കൾ പറഞ്ഞു. വൈദ്യുതി സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒറ്റപ്പാലത്തെ 32 സ്ഥാപനങ്ങൾക്ക് KSEBയുടെ നോട്ടീസ്. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ഒറ്റപ്പാലം KSEB സെക്ഷൻ നോട്ടീസ് നൽകിയത്. സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധനകളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇവ പരിഹരിച്ച 15 ദിവസത്തിനകം KSEBയെ അറിയിക്കണമെന്നും വീഴ്ച വരുത്തിയാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും അറിയിച്ചാണ് നോട്ടീസ് നൽകിയത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് നടപടി. 13 അംഗനവാടികൾ, 7 സ്കൂളുകൾ, 8 കോളേജുകൾ, 2 ITIകൾ, ഒരു ഹെൽത്ത് സെൻറ്റർ, ഹോസ്റ്റൽ എന്നിവയ്ക്കാണ് KSEB നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഉപകരണങ്ങൾ എർത്ത് ചെയ്യാത്തതിനു പുറമെ വയറിങ്ങിലെ പഴക്കം, ബ്രേക്കറുകൾ ഉൾപ്പെട്ട ELCB ബോർഡ് സ്ഥാപിക്കാത്തത്, ഈ ബോർഡ് മഴ നനയുന്ന രൂപത്തിൽ സ്ഥാപിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് KSEB കണ്ടെത്തിയത്. KSEBയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മറ്റുള്ളവ പരിഹരിക്കാൻ നോട്ടീസ് കൈമാറിയത്. അംഗനവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതിനാൽ കാലതാമസം കൂടാതെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. പ്രണയം നടിച്ച് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടറെ പോക്സോ വകുപ്പുകൾ ചുമത്തി തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി നാഗല്ലശ്ശേരി വാവന്നൂർ സ്വദേശി പുന്നത്ത് വീട്ടിൽ 24-കാരൻ ഷിഹാബിനെയാണ് അറസ്റ്റ് ചെയ്തത്. സമാനമായ മറ്റ് കേസുകളിൽ പ്രതിയാണ് ഷിഹാബെന്ന് പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥിനി സ്കൂളിൽ എത്താത്തത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചതോടെയാണ് രക്ഷിതാക്കൾ പെൺകുട്ടിയോട് വിവരം ചോദിച്ചറിയുന്നത്. ഇതോടെയാണ് പീഡന വിവരം പുറത്തു വന്നത്. തുടർന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കൾ പരാതി നൽകി. അന്വേഷണത്തിൽ മറ്റൊരു വിദ്യാർത്ഥിനിയെയും പ്രതി പീഡിപ്പിച്ചെന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നു. ഇതിനിടയിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്ത ശേഷം പ്രതി കടന്നുകളയുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയെ പാലക്കാട് നിന്നാണ് പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. 2 പോക്സോ കേസുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പട്ടാമ്പി കുറ്റിപ്പുറം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ് ഷിഹാബ്. ബസ്സിലെ പരിചയമാണ് പെൺകുട്ടികളുമായി പ്രണയം നടിച്ച് പീഡനത്തിലേക്ക് വഴിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താല SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊപ്പം, ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ കേസുകൾ പ്രതിയുടെ പേരിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പാണ്ടിക്കാട് അരിക്കണ്ടം പാക്ക് ചെമ്മന്തിട്ടയിൽ MDMA-യും കഞ്ചാവും ഹാഷിഷും പിടികൂടിയ കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് മുഴക്കല്ല് സ്വദേശി പുഴക്കൽ മുഹമ്മദ് റംഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 24 ഗ്രാം MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായും ഒറവുംപുറം സ്വദേശിയായ കിഴക്കുംപറമ്പൻ മുഹമ്മദ് നിഷാമിനെ മേലാറ്റൂർ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി മുഹമ്മദ് നിഷാമിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തു. തുടർന്ന് കൂട്ടുപ്രതിയായ പാണ്ടിക്കാട് മോഴക്കല് സ്വദേശി പുഴക്കൽ മുഹമ്മദ് റംഷാദിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. പെരിന്തൽമണ്ണ DYSP KK സജീവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് മുഹമ്മദ് റംഷാദിനെ അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് റംഷാദും മുഹമ്മദ് നിഷാമും കൂടിയും ബാംഗ്ലൂരിൽ നിന്ന് MDMA ലഹരി മരുന്ന് നാട്ടിലേക്ക് കടത്തി പാണ്ടിക്കാട് മേലാറ്റൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതെന്നും വിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് മുഹമ്മദ് റംഷാദിനെ ഈ കേസിൽ പെരിന്തൽമണ്ണ DYSP KK സജീവ് അറസ്റ്റ് ചെയ്തത്. പാണ്ടിക്കാട് പോലീസ് 2022-ൽ MDMA-യുമായി പിടികൂടിയ കേസിൽ മാസങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് റംഷാദ് ജാമ്യത്തിലിറങ്ങിയത്. സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചും ഇടപാടുകാരെക്കുറിച്ചുമുള്ള സൂചനകൾ ലഭിച്ചതായും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും DYSP KK സജീവ് അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് ഗൂഗിൾ മാപ്പിൻ്റെ 8ന്റെ പണി. തമിഴ്നാട്ടിൽ നിന്നും വൈക്കോലുമായി കരുവാരക്കുണ്ടിലേക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ വന്ന ലോറി എടത്തനാട്ടുകര പൊൻപാറ റോഡിലാണ് കുടുങ്ങിയത്. ബുധനാഴ്ച രാവിലെ 8:30-യോടെയാണ് സംഭവം. ഗൂഗിൾ മാപ്പിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പാതയിൽ അലനല്ലൂരിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് എടത്തനാട്ടുകര റോഡിലേക്ക് ലോറി പ്രവേശിച്ചു. ഇതുവരെ യാത്ര ഓക്കെ ആയിരുന്നു. എടത്തനാട്ടുകരയിലെത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് കരുവാരക്കുണ്ടിലേക്കുള്ള ഏറ്റവും എളുപ്പവഴിയായ പൊൻപാറ റോഡിലേക്ക് തിരിയാൻ നിർദ്ദേശം നൽകി. ഈ യാത്ര 100 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവർക്ക് പന്തികേട് തോന്നി. ഇടുങ്ങിയ റോഡ്, വൈദ്യുതി ഉൾപ്പെടെയുള്ള കേബിളുകൾക്ക് റോഡിൽ നിന്നും അധികം ഉയരമില്ല. എതിരെ വണ്ടി വന്നാൽ സൈഡ് നൽകാനും കഴിയില്ല. ഊരാക്കുടുക്കിലേക്കാണ് പോകുന്നതെന്ന് തോന്നിയ ഡ്രൈവർ തിരിച്ചു പോവാമെന്ന് കരുതി വാഹനം തിരിക്കാൻ ശ്രമിച്ചതോടെ ഒരു വശം ചെളിയിൽ താഴ്ന്നു. പിന്നെ ഒരടി മുന്നോട്ടോ പിന്നോട്ടോ പോവാൻ കഴിയാതെ ലോറി പെട്ടു. JCB എത്തിച്ച് കയർ കെട്ടിവലിച്ചെങ്കിലും കയർ പൊട്ടി. പിന്നീട് ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് വാഹനം കുഴിയിൽ നിന്നും നീക്കിയത്. എടത്തനാട്ടുകരയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പൊൻപാറ വഴി കരുവാരക്കുണ്ടിലേക്ക് എളുപ്പമാണെങ്കിലും വലിയ വാഹനങ്ങൾക്ക് ഈ വഴി പോകാൻ കഴിയില്ല. ഇടത്തോട്ട് തിരിഞ്ഞ് ആഞ്ഞിലങ്ങാടി വഴിയാണ് കുറച്ചുകൂടി സൗകര്യം. ഈ വഴി പിടിച്ചാണ് പിന്നീട് ലോറി ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. പാചകവാതക സിലിണ്ടറുകൾ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയതോടെ ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്ക്. മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് ഗ്യാസ് ഏജൻസി ഓഫീസുകളിൽ അനുഭവപ്പെടുന്നത്. എല്ലാ LPG കണക്ഷൻ ഉടമകളും ആധാർ LPG കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയതോടെ ഉപഭോക്താക്കളുടെ വൻ തിരക്കാണ് ഗ്യാസ് ഏജൻസികളിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമേ മസ്റ്ററിംഗ് നിർബന്ധമുള്ളൂ എന്നായിരുന്നു വിവരം. ഇപ്പോൾ എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാണെന്നാണ് റിപ്പോർട്ട്. മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അവസാന തീയതി അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവില്ലെന്ന നിബന്ധന വന്നേക്കുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. ഇതുകാരണമാണ് ഏജൻസികളിൽ ഉപഭോക്താക്കളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭ്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് ആധാർ കാർഡുകൾ LPG കണക്ഷനുമായി ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. നടപടി തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാൻ മടിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നിബന്ധനകൾ കൂടുതൽ കർക്കശമാക്കിയേക്കുമെന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് എത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു. പെരിന്തൽമണ്ണ ക്രിസ്റ്റൽ ഭാരത് ഗ്യാസ് ഏജൻസിയിൽ 45,000-ഓളം ഉപഭോക്താക്കളാണുള്ളത്. 2 ദിവസങ്ങളായി 3,000-ഓളം ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ എത്താതെ ഓൺലൈനായും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാം. കണക്ഷൻ ഉടമയ്ക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയാതെ വന്നാൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും. ഇതിനായി ഉടമയുടെ പേരിലുള്ള കണക്ഷൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം.
കിടപ്പ് രോഗികൾക്കും സമാന സാഹചര്യമുള്ളവർക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. രണ്ടാം ക്ലാസ്സുകാരൻ്റെ കരുതലിൽ ഒഴിവായത് വലിയ അപകടം. പേരൂർ ASBLP സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ ഋതിക്കിൻ്റെ സമയോചിതമായ ഇടപെടലിലാണ് വലിയ വൈദ്യുതി അപകടം ഒഴിവായത്. നിരവധി പേർ സഞ്ചരിക്കുന്ന പത്തിരിപ്പാല പേരൂർ റോഡിൽ അപകടക്കെണിയൊരുക്കി പൊട്ടിത്തൂങ്ങിക്കിടക്കുന്ന വൈദ്യുതി കമ്പിയും പോസ്റ്റും ശ്രദ്ധയിൽപ്പെട്ട രണ്ടാം ക്ലാസ്സുകാരൻ രക്ഷിതാവിൻ്റെ സഹായത്തോടെ KSCBയെ വിവരമറിയിച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത്. പേരൂർ നടക്കാവിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദമ്പതികളുടെ മകൻ പേരൂർ ASBLP സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ ഋതുക്കാണ് അപകടം മുന്നിൽ കണ്ട് സമയോചിതമായി ഇടപെട്ടത്. കൂട്ടുകാരുമൊത്ത് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പി പൊട്ടിക്കിടക്കുന്നത് ഋതുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ വീട്ടിലെത്തി അമ്മൂമ്മയോട് വിവരം പറഞ്ഞു. കുട്ടിയുടെ അമ്മാവനായ പ്രശാന്തിനെ കൊണ്ട് KSCBയിൽ വിവരമറിയിക്കാൻ ഋതിക് നിർബന്ധം പിടിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മമ്മ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് ഓഫീസിൽ നിന്ന് മാമന്മാർ വന്നിട്ട് അത് നേരാക്കി. വിവരം കിട്ടിയ നിമിഷ നേരം കൊണ്ട് KSCB അധികൃതർ സ്ഥലത്തെത്തി ലൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിച്ച് പുതിയ പോസ്റ്റ് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കി. രണ്ടാം ക്ലാസ്സുകാരൻ്റെ കരുതലിൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് KSCB AE പ്രേംകുമാർ പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തിന്റെ കൂടെ ഒരു അഭിമാനമായിട്ട് കാണുകയാണ്. പേരൂർ സ്കൂളിന് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ അഭിമാനമായി നമ്മുടെ മാസ്റ്റർ ഋതിക് മാറിയിരിക്കുകയാണ്. ഇത് നമ്മൾ മാസ്റ്റർ ഋതിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ പ്രോത്സാഹനം വേണ്ടിയുള്ള ഓരോ കുട്ടികൾക്കും അവരുടെ പാഠങ്ങൾ, ഞാൻ പഠിപ്പിച്ചു വരുന്ന പാഠങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ മറ്റാളുകൾ, വീട്ടിലുള്ള രക്ഷാകർത്താക്കൾ പഠിപ്പിച്ചു വരുന്ന പാഠങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിന് തികച്ചും അഭിമാനമാണ്. അത് അനുമോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ വേദിയിൽ ഋതിക്കുന്ന മാസ്റ്റർ ഋതിക്കുന്ന രണ്ടാം ക്ലാസ്സുകാരനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. കുട്ടിയെ പത്തിരിപ്പാല KSCB സെക്ഷൻ ജീവനക്കാർ വിദ്യാലയത്തിലെത്തി ആദരിച്ചു. കുട്ടിയുടെ മാതൃക പ്രശംസനീയമാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതിയും പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി നിർമ്മിച്ച നന്മ ഭവനത്തിൻ്റെ സമർപ്പണം ജൂലൈ 5 രാത്രി 7 മണിക്ക് നടക്കും. സയ്യിദ് ഷിഹാബുദ്ദീൻ അഫ്ദൽ തങ്ങൾ മുത്തന്നൂർ വീടിൻ്റെ സമർപ്പണം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 ലക്ഷം രൂപ ചെലവിൽ കൊപ്പം കുരുത്തിക്കുണ്ടിലാണ് കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി ദാറുൽ ഖൈർ അഥവാ നന്മ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ജൂലൈ 5 രാത്രി 7 മണിക്ക് ഭവനത്തിൻ്റെ സമർപ്പണം സെയ്ദ് ഷിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തന്നൂർ നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് P കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ എന്നിവരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമുഖ സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി 12 ലക്ഷത്തിൽ പരം രൂപയിൽ കൊപ്പം കുരുത്തിക്കൊണ്ടിലുള്ള ഒരു സുഹൃത്തിന് വീട് നിർമ്മിച്ചു നൽകുകയാണ്. ദാറുൽ ഖൈർ, നന്മയുടെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഘടകം മുമ്പും ഇത് 3ാമത്തെ വീടാണ്. 2 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ നിർമ്മിച്ച് നൽകുന്ന ചടങ്ങ്, ഇതിൻ്റെ സമർപ്പണം ജൂലൈ 5 വെള്ളി രാത്രി 7 മണിക്ക് സെയ്ദ് ഷിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തന്നൂരാണ് നിർവഹിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് P മുഹമ്മദ് എന്ന കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി അടത്തോൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ മുസ്തഫ ദാരിമി വിളയൂർ, SK തങ്ങൾ കുരുത്തിക്കൊണ്ട്, കൊപ്പം മഹൽ ഖത്തീബ്, സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ, SSF, SYS തുടങ്ങിയ ജില്ലാ സോൺ ഘടകങ്ങളുടെ നേതാക്കളും ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ചടങ്ങിനെക്കുറിച്ചുള്ള സാധുക്കൾക്ക് ഭക്ഷണ വിതരണം, വസ്ത്ര വിതരണം തുടങ്ങി അതുപോലെ പാവപ്പെട്ടവർക്കുള്ള വിവാഹ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ഘടകം ഒരു വർഷത്തിൽ, സോൺ ഘടകം ഒരു വർഷത്തിലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നത് മേൽഘടകത്തിൻ്റെ നിർദ്ദേശമാണ്.
അതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം പൂർത്തിയാവുന്നേ ഉള്ളൂ. തിരുവേപ്പുറ പഞ്ചായത്തിൽ ഒരു വീട് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കൂർക്കപ്പറമ്പിൽ ഒരു വീട്. അതുപോലെ കൊപ്പം അൻസാർ നഗറിൻ്റെ തെക്കുമലയിലും അവിടെ ഒരു വീട് നൽകിയിട്ടുണ്ട്. കുഞ്ഞാപ്പു ഹാജി മുളയങ്കാവ്, അലിയർ അഹസനി വണ്ടുംതറ, മുഹമ്മദ് കുട്ടി അൻവരി പുലാശ്ശേരി, ഉമ്മർ അൽ ഹസനി മുളയങ്കാവ്, സാദിഖ് അഹസനി കൈപ്പുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംഘടന ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ ഭവനമാണിത്. കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക മിഷന്റെ നവകേരള കർമ്മ പദ്ധതി 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കടമ്പളിപ്പുറത്ത് ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചത്. ഇപ്പൊക്കെ ആ രീതിയൊക്കെ മാറി. ഇപ്പൊക്കെ രീതികൾ മാറാനുള്ള കാരണം ഇപ്പോൾ ഹൈബ്രിഡ് തരത്തിലുള്ള സംവിധാനങ്ങളായി മാറിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ വിത്ത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി മാറിയിരിക്കുകയാണ്. അത്തരം വിത്തുകളുടെ കൈമാറ്റങ്ങളൊന്നും ഇപ്പോൾ നിന്നുപോയി. ഇപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഹൈബ്രിഡ് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഞാറ്റുവേല ചന്തകളിലോ അല്ലെങ്കിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇതിനുള്ള ഫാമുകളിലൊക്കെ പോയി വാങ്ങിക്കൊടുന്ന് വെക്കേണ്ട സ്ഥിതിവിശേഷമായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്രാവശ്യത്തെ ഞാറ്റുവേല ചന്ത കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വളരെ ഗംഭീരമായിട്ട് ധാരാളം തൈകളും വിത്തുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഞാറ്റുവേല ചന്തയാണ്. വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണവരൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ ശ്രീകുമാരി, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ നാരായണൻകുട്ടി, ഷാംബുജം, വാടങ്കം വിനോദ് കുമാർ, കൃഷി ഓഫീസർ കെ വാസുദേവൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സജി എന്നിവർ സംസാരിച്ചു. VFPCKയിൽ നിന്നുള്ള ഗുണമേന്മയുള്ള തൈകൾ, ഔഷധ സസ്യങ്ങൾ, കൃഷിഭവൻ പരിധിയിലെ കൃഷിക്കൂടത്തിൻ്റെ ബട്ടർ കുക്കീസ്, ഇൻസ്റ്റന്റ് ഇഡ്ഡലിപ്പൊടി, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ചന്തയിലൊരുക്കിയിരുന്നു. കണിക ജലസേചനത്തെക്കുറിച്ചുള്ള അവതരണവുമുണ്ടായി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് സർട്ടിഫിക്കറ്റും മെഡലും നൽകി അനുമോദിച്ചത്. To see you all and to talk to you about what lies ahead. Iduvare ningal kandu what are the things that you saw in your schools, but idu pinne after this there lies a career ahead. So a few things that I felt was important ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. First thing, നിങ്ങൾക്ക് ഒരു വിഷൻ ഇരിക്കണം. Okay, you should have a vision. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏത് കരിയർ പാത്ത് എടുക്കണം എന്ന ഒരു വിഷൻ വേണം. ആ വിഷനിക്ക് ചില ഒബ്ജക്റ്റീവ്സ് എടുക്കണം. ഓക്കെ, ഈ വിഷൻ ഞാൻ എത്തിനാൽ എനിക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ആകും. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ടി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകി ആദരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ, നമ്മുടെ ഭാവി സുരക്ഷിതമാവുമ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടെ നമ്മളെ ഒന്ന് ശ്രദ്ധ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഇപ്പൊ നമ്മളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ രക്ഷിതാക്കളുടേതായ അവരുടേതായ സ്വന്തം ആഗ്രഹങ്ങൾ, അവരുടെ കുറെ കൊച്ചാഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഒരു കാര്യത്തിലും കുറവ് വരരുത്, നമ്മുടെ ഒരു കാര്യത്തിലും പുറകോട്ട് പോകരുത്, മറ്റു കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളൊട്ടും പുറകോട്ടായി പോകരുത് എന്നുള്ളത് അങ്ങനെയുള്ളത് കൊണ്ട് മാത്രം അവരുടേതായ ഒരുപാട് ആഗ്രഹങ്ങളെ മാറ്റിവെച്ചാണ് അവർ നമ്മോടൊപ്പം നിൽക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഡിയുടെ ജില്ലാ ചെയർപേഴ്സൺ ഡോക്ടർ AK ഹരിദാസ് വിശിഷ്ടാതിഥിയായിരുന്നു. പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനും കരിയർ അഡ്വൈസറും എഡ്യൂപ്രീനറും യൂട്യൂബറുമായ രഞ്ജിത്ത് നാരായണൻ്റെ മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് സെഷനും നടന്നു.
സെക്രട്ടറി മണികണ്ഠൻ മഠത്തിൽ, ഡോക്ടർ വി ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഓണം ലക്ഷ്യമിട്ടുള്ള പൂക്കൃഷിക്കും പച്ചക്കറി കൃഷിക്കും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംയുക്തമായാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുള്ളത്. ഓണം ലക്ഷ്യമിട്ടുള്ളതാണ് കൃഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പി മനോജ് ചടങ്ങിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി ആഷിഫ്, കൃഷി ഓഫീസർ ഊർമിള, വാർഡ് മെമ്പർ അരവിന്ദാക്ഷൻ, CDS ചെയർപേഴ്സൺ വിജിത, വിനു, ചിത്ര, അശോക് കുമാർ, CK അജി, കല്യാണിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ. വ്യത്യസ്തവും ആകർഷണീയവും കൗതുകവും ഉണർത്തി ഐറോ ക്രിയേഷൻസിൻ്റെ കാലിഗ്രാഫി ശേഖരം. കാലിഗ്രാഫി സൃഷ്ടികളുടെ അപൂർവ കളക്ഷനുമായി പെരിന്തൽമണ്ണയിലാണ് ഐറോ ക്രിയേഷൻസ് പ്രവർത്തിക്കുന്നത്. മെറ്റൽ അറബിക് കാലിഗ്രാഫി, വിവിധ മതങ്ങളുടെ പ്രതീകങ്ങൾ, തിരുരൂപങ്ങൾ, ഹോം ഡെക്കർ തുടങ്ങി ഏവരെയും ആകർഷിക്കുന്ന വാൾ ആർട്ടുകളുടെ ശേഖരമാണ് ഐറോ ക്രിയേഷൻസ് അവതരിപ്പിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ മുൻ കൗൺസിലർ റെജീന, ഇവരുടെ ഭർത്താവ് ഷൈജൽ എന്നിവർ ചേർന്നാണ് ഏറ്റവും അപൂർവമായ ഈ കാലിഗ്രാഫി ഗാലറി ഒരുക്കിയത്. റെജീനയുടെ ഉമ്മ ഫാത്തിമയും ഷൈജലിൻ്റെ ഉമ്മ കൗലത്തും ചേർന്ന് സംരംഭം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ നസീറ, ഹനഫി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് മുസ്തഫ, മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, ലത്തീഫ് ടാലന്റ്, PP സൈദലവി, ഹാരിസ് ഇന്ത്യൻ, ഗഫൂർ വള്ളുവരാൻ, ഒമർ ഷെരീഫ്, ഡോക്ടർ ശ്രീനാഥ്, ജമീല ഇസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. അക്ഷരങ്ങൾ എഴുതിയും ഡിസൈൻ ചെയ്തും മനോഹരമായി രേഖപ്പെടുത്തി ചിത്രങ്ങളുടെ രൂപങ്ങളാക്കുന്ന കലയാണ് കാലിഗ്രാഫി. അക്രലിക് ഷീറ്റുകളിലും മെറ്റൽ ഷീറ്റുകളിലും സ്റ്റെയിൻലെസ് ഷീറ്റുകളിലുമാണ് ഇവ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മെറ്റലിലുള്ള വാൾ ആർട്ടുകൾ, അതുപോലെ അക്രിലിക്കിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാൾ ആർട്ടുകൾ. അതായത് പുതിയ വീട് കയറ്റുന്ന എല്ലാവരും തേടിക്കൊണ്ട് നടക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഇങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ അത് ഇപ്പോൾ ഓൺലൈനിൽ മാത്രമാണ് കാര്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഐറോ ക്രിയേഷൻസ് എന്നുള്ള പേരിൽ നമ്മൾ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ കാര്യമായിട്ട് നമ്മളെ ആയത്തുൽ കുർസി, അതുപോലെ ഖുർആനിലെ വചനങ്ങൾ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ബിസ്മി, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ ഡോറിന് മുകളിലായിട്ട് എല്ലാവരും വെക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബിസ്മി, അതുപോലെ മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അതുപോലെ തന്നെ നമ്മളെ പ്രെയർ റൂമായാലും, അത് ഏത് മതവിഭാഗങ്ങളായാലും അവരെ പ്രെയർ റൂം, അതേപോലെ ലിവിങ് റൂം, അങ്ങനെയുള്ളൊക്കെ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വാൾ ആർട്ടുകളാണ് ഈ ഒരു സമയത്ത് എല്ലാവരും ഉപയോഗിച്ച് വരുന്നത്, അല്ലെങ്കിൽ കണ്ടുവരുന്നത് നമ്മളെല്ലാ വീടുകളിലും. അതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ദൈവനാമങ്ങളും ഖുർആൻ വചനങ്ങളും അറബിക് വാക്യങ്ങളും യേശുദേവൻ, കൃഷ്ണൻ, ശിവൻ, ശ്രീബുദ്ധൻ തുടങ്ങിയ തിരുരൂപങ്ങളുമെല്ലാം കാലിഗ്രാഫിയിലൂടെ മനോഹരമായി രൂപപ്പെടുത്തിയ ചിത്രങ്ങൾ ഐറോ ക്രിയേഷൻസിന്റെ ശേഖരത്തിലുണ്ട്. പെരിന്തൽമണ്ണയിൽ ആദ്യമായാണ് കാലിഗ്രാഫിയുടെ അപൂർവമായ ശേഖരവുമായി ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത കാലിഗ്രാഫി വേണമെങ്കിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഐറോ ക്രിയേഷൻസ് സന്ദർശിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തലയ്ക്ക് മീതെ അപകട ഭീഷണിയായി റോഡിലെ വൻമരങ്ങൾ. ഒറ്റപ്പാലം 19 മൈലിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണ പട്ടാമ്പി സ്വദേശിക്ക് പരിക്ക്. പട്ടാമ്പി ഗുരുവായൂർ പാതയിലും അപകട ഭീഷണിയായി വൻമരങ്ങൾ. ലക്ഷങ്ങൾ ചിലവിട്ട് പണിത ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് ഇപ്പോഴും നോക്കുകുത്തി. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് BJPയുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്നതായും ആരോപണം. 13 അങ്കണവാടികൾ ഉൾപ്പെടെ വൈദ്യുതി സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഒറ്റപ്പാലത്തെ 32 സ്ഥാപനങ്ങൾക്ക് KSEBയുടെ നോട്ടീസ്. 15 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. നടപടി വൈദ്യുതി അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. പ്രണയം നടിച്ച് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബസ് കണ്ടക്ടർ റിമാൻഡിൽ. കുട്ടനാട് വാവന്നൂർ സ്വദേശി ഷിഹാബാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. സമാനമായ മറ്റ് കേസുകളിലും ഇയാൾ പ്രതിയെന്ന് പോലീസ്. പാചകവാതക ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ്. ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക്. എല്ലാ കണക്ഷൻ ഉടമകൾക്കും മസ്റ്ററിംഗ് നിർബന്ധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.